നമുക്കിന്ന് കുറച്ച് പുതിയ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പൊക്കെ പറയുന്നത് ഇതെൻ്റെ ഒരു സെക്കൻഡ് ചാനലാണ്. എനിക്ക് മോണിറ്റൈസ്ഡ് ആയ മറ്റൊരു ചാനലും കൂടി ഉണ്ട്, ട്രാവൽ വിത്ത് നീർമാതളം എന്ന് പറഞ്ഞ ഒരു ചാനൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത്. നമ്മൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നമ്മുടെ വീഡിയോസിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഇന്നിപ്പോൾ പാചകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് നാളെ ചെടിയുടെ വീഡിയോ ഇട്ടുക, മറ്റന്നാൾ വേറെ എന്തെങ്കിലും, അങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ചിലപ്പോൾ റീച്ച് ഉണ്ടാവണമെന്നില്ല. എപ്പോഴും നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കണം. അതല്ല, നമ്മൾ എന്തിട്ടാലും ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ A to Z കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ ഒരു കണ്ടൻറ്റും കാണാനായിട്ട് ആളുകൾ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഡൗട്ടാണ് ഞാൻ ഏത് ടൈപ്പ് വീഡിയോ ഇടണം എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റോ പാഷനോ ഫോളോ ചെയ്യാം. അതിനെ റിലേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു മടുപ്പോ ഒന്നും തോന്നില്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പെർഫെക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു ടൈം വേസ്റ്റിംഗ് പരിപാടി തന്നെയാണ്. അതല്ല, നമ്മൾ കാര്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ.